നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ചിത്രവും വീഡിയോയുമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ച. 26 പേരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി ആഘോഷിക്കാനെത്തിയ യുവാവുമായി ബന്ധപ്പെടുത്തിയാണ് ജ്യോതിക്കെതിരെ പുതിയ ആരോപണം. ഭീകരാക്രമണം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷമായിരുന്നു തവിട്ട് നിറമുള്ള പതാനി സ്യൂട്ട് ധരിച്ച യുവാവ് കേക്ക് ഡെലിവറി ബോക്സുമായി പാക് ഹൈക്കമ്മീഷനിലേക്ക് എത്തിയത്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി ഇയാളെ വളയുന്നതും വ്യക്തമായ മറുപടി നൽകാതെ ഇയാൾ ഓഫീസിലേക്ക് കയറിപ്പോകുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ഇതേ ആൾ തന്നെ ജ്യോതി മൽഹോത്രയുടെ വീഡിയോകളിൽ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു പാർട്ടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. ഇതോടെയാണ് 2 വീഡിയോകളും ചേർത്ത് വെച്ച് പുതിയ ആരോപണം വന്നത്. വീഡിയോയിൽ കാണുന്ന വ്യക്തിയെ ജ്യോതി പാക് സന്ദർശനത്തിനിടെ പരിചയപ്പെട്ടതാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഭീകരാക്രമണത്തിന് 3 മാസം മുമ്പ് ജ്യോതി പഹൽഗാം സന്ദർശിച്ചതും ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഡാനിഷ് ഹണി ട്രാപ്പ് ചെയ്ത ജ്യോതി മൽഹോത്ര ജനുവരിയിൽ പഹൽഗാം സന്ദർശിച്ചത് യാദൃശ്ചികം മാത്രമാണോ? അവർക്ക് ISIക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറുക ആയിരുന്നിരിക്കാമെന്ന് ജമ്മു കാശ്മീർ മുൻ DGP ഷെയ്ഖ് പോൾ വെയ്ദ് എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ രഹസ്യ ഇന്റലിജൻസ് ഏജന്റുമാരെ തിരിച്ചറിയാൻ ഹരിയാന സ്വദേശിയായ ജ്യോതിയെ ISI ഉപയോഗിച്ചതായി സംശയിക്കുന്നുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ജ്യോതിയെ NIAയും IBയും ഹരിയാന പോലീസും ചോദ്യം ചെയ്തു വരികയാണ്. ISI ഏജന്റ് അലി ഹസൻ എന്നയാളും ജ്യോതിയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചെന്നും ഇന്ത്യയുടെ രഹസ്യ ഓപ്പറേഷനുകളെക്കുറിച്ച് ചാറ്റിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അട്ടാരി അതിർത്തിയിൽ ജ്യോതി പോയപ്പോൾ ഏതെങ്കിലും അണ്ടർ കവർ ഏജന്റുമാർ സ്പെഷ്യൽ പ്രോട്ടോകോൾ സ്വീകരിച്ചോ എന്നതായിരുന്നു ചോദ്യം. പ്രോട്ടോകോൾ, അണ്ടർ കവർ ഏജന്റ് എന്നീ വാക്കുകൾ ചാറ്റിൽ വന്നതോടെയാണ് ജ്യോതിയെ ഉപയോഗിച്ച് ISI വിവരങ്ങൾ ശേഖരിക്കായിരുന്നുവെന്ന സംശയം ഉയർന്നത്. അട്ടാരിയിൽ നിങ്ങൾ പോയപ്പോൾ ആരാണ് പ്രോട്ടോകോൾ സ്വീകരിച്ചത്? താനൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ജ്യോതി ചോദ്യം തള്ളിക്കളയുകയാണ്. ആർക്കാണ് പ്രോട്ടോകോൾ കിട്ടുക എന്നത് നിരീക്ഷിച്ചാൽ രഹസ്യ ഏജന്റുമാരെ തിരിച്ചറിയാമെന്നും ഹസൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവർ അത്ര മണ്ടരല്ല എന്നാണ് ജ്യോതിയുടെ മറുപടി. ഈ സംഭാഷണങ്ങളുടെ ദുരൂഹ സ്വഭാവം കാരണം ജ്യോതി അറിഞ്ഞുകൊണ്ട് ISIയെ പിന്തുണച്ചോ എന്നാണ് ഏജൻസികൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ രഹസ്യ ഏജന്റുമാരെ കണ്ടെത്താനുള്ള ISIയുടെ ശ്രമങ്ങളിൽ ജ്യോതി ഭാഗമായോ അതോ വിപുലമായ ചാരശൃംഖലയുടെ ഭാഗമായി അവരെ ചൂഷണം ചെയ്യുകയായിരുന്നോ എന്ന് വ്യക്തമല്ല. 2023 324ാമത് വൈശാഖി ഉത്സവത്തോടനുബന്ധിച്ചാണ് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ദർ അഥവാ ഡാനിഷുമായുള്ള സൗഹൃദമാണ് ജ്യോതിയെ കുരുക്കിയത്. അതേസമയം ജ്യോതി മൽഹോത്രയുടെ കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നാണ് പിതാവ് പറഞ്ഞത്. മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെക്കുറിച്ചും അറിയില്ലെന്ന് പിതാവ് ഹരീഷ് മൽഹോത്ര പ്രതികരിച്ചു. നേരത്തെ ജ്യോതിയെ പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു പിതാവ് രംഗത്ത് വന്നത്. ഇപ്പോൾ അദ്ദേഹം മകളെ തള്ളിപ്പറയുന്ന വിധത്തിലാണ് പ്രതികരണം നടത്തിയത്. മകളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും യൂട്യൂബ് ചാനലിനെക്കുറിച്ചും തനിക്ക് വലിയ ധാരണയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് മകൾ വീട്ടിൽ നിന്നിറങ്ങിയത്. നേരത്തെ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ അതിൽ സംശയമൊന്നും തോന്നിയില്ലെന്നും ഹരീഷ് മൽഹോത്ര ANIക്ക് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചു. അവൾ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത് ഡൽഹിയിലേക്ക് പോകുന്നുവെന്നായിരുന്നു. മറ്റൊന്നും അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വീഡിയോ ഷൂട്ട് ചെയ്യാനായി ജ്യോതി പാകിസ്ഥാനിൽ പോയതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടേയില്ല. വീട്ടുകാരുമായി വലിയ അടുപ്പമൊന്നുമില്ല. അവൾ വീട്ടിൽ വെച്ചും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അതിനാൽ ഒന്നും സംശയിച്ചില്ലെന്നും ഹരീഷ് മൽഹോത്ര പറഞ്ഞു. കോവിഡിന് മുൻപിൽ ജ്യോതി ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് ആ ജോലി രാജിവെച്ചു. ഹരിയാന സ്വദേശിയായ ജ്യോതിയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന് 4 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബർമാരുണ്ട്. ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് കഴിഞ്ഞ ആഴ്ചയാണ് ജ്യോതിയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്.